ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഏവർക്കും അറിയിച്ചുകൊള്ളുന്നു. ആത്മശക്തി ഇന്റർനാഷണൽ ഒരുക്കുന്ന പരസ്യയോഗം ഞങ്ങൾ ഈ ശംഖുമുഖം ബീച്ചിൽ വെച്ച് നടത്തുവാൻ പോകുകയാണ്. സദയം എല്ലാ സഹോദരങ്ങളും ശ്രവിച്ചാലും ദൈവത്തിന് മഹത്വം. മഹത്വപ്പെടുത്തുവാനും വലിയൊരു ഭാഗ്യത്തിനായ കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, ഈ പ്രദേശത്ത് കടന്നു വരുവാൻ ദൈവ സഹായിച്ചതുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ കർത്താവെ, അപ്പാ സ്തോത്രം സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ കർത്താവെ, ഒരു മനുഷ്യ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം ചോദിക്കും പോലെ കർത്താവെ. ഹല്ലേലൂയ. നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് പറയുവാൻ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെ സഹായിച്ചാട്ട് കർത്താവെ. കർത്താവെ ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പാ ഹല്ലേലൂയ കർത്താവെ, ഈ ദേശത്തെ അനുഗ്രഹിക്കണം കർത്താവെ. ഈ കടൽ കർത്താവെ ഹല്ലേലൂയ ആയിരിക്കുന്ന അപ്പാ സകലരോടും കർത്താവെ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുവാൻ ദൈവം സഹായിക്കുമാറാകണമേ കർത്താവെ. മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. വൻമഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. തകർന്നു പോകാതെ കരുതലിൽ കരം നീട്ടി, തകർന്നു പോകാതെ കരുതലിൽ കരം നീട്ടി, നടത്തിയ വഴികൾ നീ ഓർത്താൽ വൻമഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. വൻമഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. ചെങ്കടൽ മൂടട്ടെ തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ചെങ്കടൽ മൂടട്ടെ തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. തകർന്നു പോകാതെ കരുതലിൽ കരം നീട്ടി, തകർന്നു പോകാതെ കരുതലിൽ കരം നീട്ടി, നടത്തിയ വഴികൾ നീ ഓർത്താൽ വൻമഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. വൻമഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ മരണമെന്ന് പറയുന്നത് വളരെ യഥാർത്ഥമായിട്ടുള്ള ഒരു പിരീഡാണ്. കാരണം മരണമെന്ന് പറയുന്നത് ഏത് സമയത്തെന്ന് അറിയത്തില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും മരിക്കാം. എന്നാൽ അതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നീ മരിച്ചാൽ എവിടെ പോകും, സ്വർഗത്തിലാണോ നരകത്തിലാണോ. എന്നാൽ സ്വർഗം എന്ന് പറയുന്നത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളതാണ്. കാരണം സ്വർഗം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ നിത്യരാജ്യത്തിലേക്ക് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം എങ്ങനെയെങ്കിലും ജീവിച്ച് ഏതെല്ലാം വഴിയിൽ കൂടെ ജീവിച്ചാലും കർത്താവായ യേശു ക്രിസ്തു തന്നെ ജീവിച്ച് മരിച്ച് മാത്രമേ അങ്ങ് പോകുവാനായിട്ട്. എന്നാൽ യേശു ക്രിസ്തു ലോകത്തിൽ കടന്നു വന്നത് തന്നെ പാപികളെ രക്ഷിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും വേണ്ടിയാണ്. കാരണം യേശു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. ആദി ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു. എന്നാൽ ആറാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യനോട് പറഞ്ഞു, ആദി ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമി പാഴാൻ ശൂന്യമായിരുന്നു. എന്നാൽ ആറാമത്തെ ദിവസം മനുഷ്യനെ കർത്താവ് നിർമ്മിച്ചു. എന്നാൽ തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുകയോ തൊടുകയോ ചെയ്യരുത്, ആ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അത് വകവയ്ക്കാതെ അവരുടെ അനുസരണത്തിന്റെ ഫലമായി അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുവാനായിട്ട് ഇടായത്. എന്നാൽ
ദൈവം എപ്പോൾ മനുഷ്യൻ എപ്പോൾ അനുസരണക്കേട് കാണിച്ചോ അതിൽ നിന്ന് ദൈവം ആദാമിനെ ഹവ്വയെ പുറത്താക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ് ലോകത്ത് പാപം കടന്നു വന്നത്. പാപത്തിന്റെ പരിഹാരമായി കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ തന്റെ യാഗമായി തീർന്നു. പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിൽ കടന്നു വന്നത്. എന്നാൽ ആരാണോ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടുമെന്നാണ് പറയുന്നത്. എന്നാൽ വായു കൊണ്ട് നമ്മൾ ഏറ്റു പറയുക തന്നെ ചെയ്യണം. കാരണം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. കാരണം കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണ്. കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു, നമുക്ക് വേണ്ടി മരിച്ചു, കാൽവരി ക്രൂശിൽ അടക്കപ്പെട്ടു, രണ്ടാമത് വീണ്ടും വരും. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ കടന്നു വന്നത് ആദ്യം രാജാവായി കടന്നു വന്നെങ്കിലും രണ്ടാമത് വരും ആദ്യം രാജാവായി കടന്നു വന്നു. എന്നാൽ പിന്നും കർത്താവ് രണ്ടാമത് വരുമെന്ന് പറയുന്നത് വരിക തന്നെ ചെയ്യും. കാരണം കർത്താവ് തന്റെ വാഗ്ദത്തം പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെ എത്ര നാൾ കഴിഞ്ഞാലും ആ വാഗ്ദത്തത്തിന് ഒരു മാറ്റം വേണ്ടാണ്. കാരണം മരിച്ച നാസന്റെ ഭവനത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം കർത്താവായ യേശു ക്രിസ്തു തന്നെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി ആദ്യമേ വന്നില്ല. കാരണം എന്തുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ആ നിമിഷം വരാത്തത്? കർത്താവിന്റെ സഹോദരനായിരുന്നു ലാസർ എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ ആ സമയത്ത് കടന്നു വന്നില്ല. കാരണം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ട ചില താമസങ്ങൾ എടുക്കേണ്ടത് വന്നത്. അതുപോലെയാണ് കർത്താവ് യേശു ക്രിസ്തു വരുമെന്ന് പറയുന്ന വരിക തന്നെ ചെയ്യും. എന്തുകൊണ്ട് വരുന്നില്ല? കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരും രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു വരാൻ താമസിക്കുന്നത്. കാരണം എല്ലാവരെയും കർത്താവ് ഒരു പാപി പോലും നശിക്കാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് തന്റെ വരവ് താമസിപ്പിക്കുന്നത്. കാരണം അതിനു മുമ്പായിട്ട് നാം ഒരുങ്ങേണ്ടതാണ് ആവശ്യം ഉണ്ട് എന്നാണ്. കാരണം കൊറോണ വന്ന സമയത്തൊക്കെ നമുക്ക് ചിന്തിച്ചേക്കാം, നമ്മൾ പലരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ട ഒരു സന്ദർഭം ഉണ്ടായെങ്കിലും പക്ഷെ ആ സമയങ്ങളിൽ ദൈവം നമ്മളെ ഇത്രത്തോളം ആയുസ്സോടെ ആരോഗ്യ ബലത്തോടെ ഭൂമിയിൽ ശേഷിപ്പിച്ചത്. വീണ്ടും രണ്ടാമതും കർത്താവിന് ആവശ്യമുള്ളത് കൊണ്ടാണ് ഭൂമി നമ്മളെ ശേഷിപ്പിച്ചത്. അതുകൊണ്ട് ടൈറ്റാനിക് കപ്പലിനും ഇത് തന്നെയാണ് സംഭവിച്ചത്. പലവിധമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. കാരണം മുന്നോട്ട് പോകരുതേ, കാരണം പാറക്കെട്ടിൽ ഇടിച്ച് തകർന്നു വീഴും, നിങ്ങൾ എല്ലാവരും നശിക്കുമെന്ന് പറഞ്ഞ ആ അവഗണിച്ചതിന്റെ ഫലമായി അവർ മൊത്തം അവരുടെ നശിക്കുവാനായിട്ട് അവർ മൊത്തം പേരും നശിക്കുവാനായിട്ട്. അതുപോലെയാണ് കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് വീണ്ടും വരുമ്പോൾ നമ്മൾ ആരും കൈവിടപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയണം. യേശു ക്രിസ്തുവിനെ കർത്താവിന് രക്ഷിതമായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങോട്ട് പോകുവാനായിട്ട് കഴിയുള്ളൂ. കർത്താവ് യേശു ക്രിസ്തു കടന്നു വന്നത് തന്നെ നിങ്ങളെ ഓരോരുത്തരും രക്ഷിക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് തന്റെ കാൽവരി ക്രൂശിൽ തന്റെ ചുടുചോര രക്തം ചിന്തി നിങ്ങളെ ഓരോരുത്തരും രക്ഷയ്ക്ക് വേണ്ടിയാണ്. മുഴു ലോകത്തെക്കാൾ വിലയെടുപ്പുള്ളതാണ് ആത്മാവെന്ന്. ദൈവം എന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ എവിടെയെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പാറി നടക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചെന്നാൽ അങ്ങനെ അല്ല. കാരണം ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. എങ്ങനെയാണോ മരിച്ചത്, ഏത് വിധത്തിലാണോ മരിച്ചത്, ഒരു ന്യായവിധി ദിവസമുണ്ട്. ആ സമയത്ത് എല്ലാവരുടെ ആയിട്ടുള്ള ആത്മാവിനെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഈ സന്ദേശം വിളിച്ചു പറഞ്ഞത്. ഒരിക്കലും നിങ്ങൾ അവഗണിക്കരുത്. അവഗണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ സ്വർഗമായിരിക്കും. സ്വർഗം എന്ന് പറയുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നിത്യമായി സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, യേശുവിനോട് കൂടെ വാഴാം. ഒരിക്കലും നമുക്ക് മരണം പിന്നെയില്ല. എന്നാൽ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ നരകത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവാണ്. കെടാത്ത തീ എന്ന് പറഞ്ഞാൽ കെടാത്ത തീ എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചാലും നിന്നിട്ടില്ല, തീ കടന്നില്ല. കാരണം വെച്ചാൽ പുഴു എന്ന് പറയുന്ന ചാകാത്ത പുഴു നമ്മുടെ ശരീരത്തൂടെ കയറി ഇറങ്ങും. അപ്പം നിങ്ങൾ ചിന്തിച്ചേക്കാം, ഞങ്ങൾക്ക് ശരീരമല്ലല്ലോ, എങ്ങനെയാണ് വീണ്ടും നമ്മുടെ ശരീരത്തിൽ തീ പിടിച്ചാൽ നമുക്ക് വേദന എടുക്കുന്നത്? അതുപോലെ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഈ ശരീരത്തൂടെ പുഴുവൊക്കെ കയറി ഇറങ്ങുന്നത്? എന്നാൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി കൊള്ളണം. കാരണം ആത്മാവിൽ പുതിയ ശരീരം തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് ജീവനുള്ള ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂമിലൊക്കെ AC-യിലൊക്കെ ഉറങ്ങുന്നുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ആവശ്യം ഒരു തണുപ്പുള്ള ഒരു കാലാവസ്ഥയും നല്ല സമാധാനമായിട്ട് ഉറങ്ങണം, സന്തോഷമായിട്ട് ഉറങ്ങണം, AC റൂമിൽ ഉറങ്ങണം. അതുപോലെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് നമുക്ക് തണുപ്പ്. എന്നാൽ അന്ന് തീരെ നമ്മൾ കിടക്കുന്നതെന്ന് വെച്ചാൽ വളരെയധികം പ്രയാസകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. അപ്പം അതിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയാണ് പലവിധമായ സന്ദേശങ്ങൾ ദൈവദാസിമാരിലൂടെ വിളിച്ചു പറയുന്നത്. വേറൊരു ദൈവമില്ല, എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും.
എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ ഓ അന്ത്യൻ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ ഓ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. ആരെല്ലാം മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. ആരെല്ലാം മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ ഓ അന്ത്യൻ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ ഓ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ളവൻ പാറയിൽ പിളർന്നു ദാഹം പോകും. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ളവൻ പാറയിൽ പിളർന്നു ദാഹം പോകും. ചിന്താകുലങ്ങളില്ലാതെ ചന്താമയെന്നും നടത്തും. ചിന്താകുലങ്ങളില്ലാതെ ചന്താമയെന്നും നടത്തും. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ ഓ അന്ത്യൻ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ ഓ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ ഓ അന്ത്യൻ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ ഓ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ കടക്കുമെന്ന്. വീണ്ടും യേശു പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. സഹോദരങ്ങളെ, ബൈബിൾ ഇപ്രകാരം പറയുന്നത്, മനുഷ്യർക്ക് ഏവർക്കും ഒരിക്കൽ മരണവും പിന്നെ ഒരു ന്യായവിധിയും ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്നും മനുഷ്യരാകുന്ന നമ്മെ രക്ഷിക്കുവാനാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. ആ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിലെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിലത്തെ മണ്ണെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കി മനുഷ്യന്റെ മേൽ ജീവശ്വാസം ഊതി. അപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. വീണ്ടും ബൈബിൾ ഇപ്രകാരം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതെന്നാണ്. ദൈവത്തിന്റെ വചനത്തിൽ വീണ്ടും പറയുന്നത്, ഈ സർവ്വലോകത്തെക്കാളും വിലയേറിയ മനുഷ്യന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തോന്നുകൊണ്ട് പ്രയോജനമെന്ന്. സഹോദരങ്ങളെ, ഈ ലോകത്തിൽ പലതും വില കൊടുത്താൽ വാങ്ങുവാൻ കിട്ടും. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയിരിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, പണം കൊടുത്ത് പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ. പണം കൊടുത്ത് പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ. സഹോദരങ്ങളെ, പൈസ കൊടുത്താൽ ഈ ലോകത്തിൽ എല്ലാം വിലയ്ക്ക് വാങ്ങുവാൻ കിട്ടും. എന്നാൽ ബൈബിൾ വചനം പറയുന്നു, സർവ്വലോകത്തെക്കാളും വിലയേറിയ
നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ഒരു പ്രയോജനവുമില്ല. വില കൊടുത്താൽ, പൈസ കൊടുത്താൽ ഒരിക്കലും മനുഷ്യന്റെ ആത്മാവിന് രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. ആത്മാവിന്റെ രക്ഷ എന്നുള്ളത് സൗജന്യമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് മനുഷ്യന്റെ ആത്മാവിന് രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, ബൈബിൾ ഇപ്രകാരം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, ഇതാ പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നെന്ന്. നാം യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ, ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന്. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് യേശുവിനോട് ചോദിച്ചു, നല്ല ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. യേശു പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നീ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുക. യേശു അവനോട് പ്രകാരം പറഞ്ഞു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്, കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്, ഇങ്ങനെ തുടങ്ങിയുള്ള കൽപ്പനകൾ അവനോട് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നല്ല ഗുരു, ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഇതൊക്കെയും അനുസരിച്ചു പോരുന്നു എന്ന്. യേശു ക്രിസ്തു അവനെ നോക്കി അവനോട് ഇപ്രകാരം പറഞ്ഞു, അവനെ യേശു സ്നേഹിച്ചു എന്ന് ബൈബിൾ പറയുന്നു. ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ള സകല സമ്പാദ്യങ്ങളും വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്ത ശേഷം എന്നെ വന്ന് അനുഗമിക്കുക എന്ന് യേശു കർത്താവിന്റെ വചനം പറയുന്നു. ആ ചെറുപ്പക്കാരൻ വളരെ ധനാഢ്യനാകയാൽ അവൻ യേശു ക്രിസ്തുവിന്റെ വചനത്തിങ്കൽ വ്യസനിച്ച് ഓടിപ്പോയി കളഞ്ഞെന്ന്. യേശു ഉടനെ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഒട്ടകമാകുന്ന മൃഗം സൂചിക്കുഴ എന്ന ഇസ്രായേലിലെ ചെറിയ വാതിൽ കൂടെ കടന്നുപോയാലും ഒരു ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്രയോ പ്രയാസമെന്ന്. സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം നേരത്തെ ഞാൻ പറഞ്ഞു, പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുവാൻ പറ്റുന്നതല്ല നമ്മുടെ ആത്മാവിന്റെ രക്ഷ എന്നുള്ളത്. യേശു കർത്താവ് പറയുകയാണ്, ഒട്ടകം സൂചിക്കുഴ വാതിലൂടെ കടന്നാലും ഒരു ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്ന എത്രയോ പ്രയാസം. യേശു വീണ്ടും ഇപ്രകാരം പറഞ്ഞത്, ഒരു ധനവാന്റെ ലാസറിന്റെ ചരിത്രം യേശു പറയുകയുണ്ടായി. ധനവാൻ വളരെ പട്ടുവസ്ത്രങ്ങൾ ധരിച്ചു സുഖലോലുപനായി ജീവിച്ചു. എന്നാൽ ആ ധനവാന്റെ വീട്ടിന്റെ സമീപേ ഒരു ചെറുപ്പക്കാരൻ, അവന്റെ പേര് ലാസർ എന്നാണ്, അവൻ വളരെ വേദനപ്പെട്ടു, ശരീരമാസകലം വ്രണങ്ങൾ ബാധിച്ചു. ധനവാന്റെ വീട്ടിൽ നിന്നും പുറത്തു കളയുന്ന അപ്പനുറുക്കുകൾ പറക്കി കഴിച്ചു ഉപജീവിച്ചിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. ആ ധനവാന്റെ വീട്ടിൽ നിന്നും പുറത്തു കളയുന്ന അപ്പക്കഷ്ണങ്ങളാണ് അവന് കഴിക്കുവാൻ കിട്ടിയിരുന്നത്. എന്നാൽ ഈ ലാസർ മരിച്ചു. അവൻ നേരെ പോയി ദൈവത്തിന്റെ രാജ്യത്തിലേക്ക്. വീണ്ടും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ധനവാൻ മരിച്ചു നേരെ നരകത്തീയിലേക്ക് പോയി എന്ന് ബൈബിൾ പറയുന്നു. ഈ ധനവാൻ നരകത്തിൽ കിടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ തന്റെ വീട്ടിന്റെ സമീപേ ഭിക്ഷക്കാരനായി ജീവിച്ച ആ ലാസർ സ്വർഗത്തിൽ സന്തോഷിക്കുന്നു, താനോ നരകത്തിൽ കിടക്കുന്നു. അവൻ അവിടെ കിടന്ന് നിലവിളിക്കുക, അബ്രാം പിതാവേ, അബ്രാം പിതാവേ, എന്നെ രക്ഷിക്കണമേ എന്ന്. ഉടനെ അബ്രാം പിതാവ് പറയുകയാണ്, അല്ലയോ ധനവാനേ, നരകത്തിനും സ്വർഗത്തിനും മധ്യേ കർത്താവായ യേശു ക്രിസ്തു വലിയൊരു വിടവ് തീർത്തിരിക്കുന്നു. ആകയാൽ നരകത്തിൽ കിടക്കുന്ന ഒരുവന് ഒരിക്കലും മോക്ഷലോകത്തേക്ക് കടക്കുവാൻ സാധ്യമല്ല. വീണ്ടും ഈ മറുപടി കേട്ടിട്ട് ധനവാൻ നിലവിളിച്ചു, അബ്രാം പിതാവേ, ഒരിറ്റു വെള്ളം തരണമേ, ലാസറിന്റെ കുഞ്ചുവിരളിൽ ഒരു തുട്ടി വെള്ളം മുക്കി എന്റെ നാവിനെ ഒന്ന് നനയ്ക്കണമേ എന്ന്. അപ്പോൾ അബ്രാം പിതാവ് പറയുകയാണ്, അല്ലയോ ധനവാനേ, നരകത്തിനും സ്വർഗത്തിനും മധ്യേ ദൈവം വലിയൊരു വിടവ് തീർത്തിരിക്കുന്നു. ഇവൻ വീണ്ടും നിലവിളിച്ചു കരഞ്ഞു, അബ്രാം പിതാവേ, എന്നെ രക്ഷിക്കണമേ, അബ്രാം പിതാവേ, എന്റെ ഭാര്യയും മക്കളും ബന്ധുജനങ്ങളും ഭൂമിയിലായിരിക്കുന്നു, അവരുടെ അടുക്കൽ ഈ ലാസറിനൊന്ന് പറഞ്ഞു വിടണമേ, അവരോടൊന്ന് പറയിപ്പിക്കണമേ. ഇവിടെ നരകമാണ്, നരകത്തിലെ തീയാണ്, ഇവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയാണ്. ഇവിടേക്ക് വരാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിക്കുവാൻ അവരോട് പോയി പറയാൻ പറഞ്ഞു. ഉടനെ അബ്രാം പിതാവ് പറഞ്ഞു, അല്ലയോ ധനവാനേ, നരകത്തിൽ നിന്നും ഒരു നരകത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മോക്ഷലോകമാകുന്ന ദൈവത്തിന്റെ രാജ്യമാകുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. വീണ്ടും അടുത്ത മറുപടി പറയുകയാണ്, ഒരു നരകത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭൂമിയിലേക്ക് കടന്നു പോകുവാൻ സാധ്യമല്ല എന്ന്. അവിടെ ഭൂമിയിൽ സുവിശേഷ വേലക്കാരും പാസ്റ്റർമാരും പുരോഹിതന്മാരും ഒക്കെയുണ്ട്. അവർ പറയുന്ന സുവിശേഷം കേട്ട് വേണമെങ്കിൽ ജനം രക്ഷ പ്രാപിക്കട്ടെ എന്ന്. അങ്ങനെ ഈ ധനവാൻ നരകത്തിൽ കിടന്ന് നിലവിളിച്ച് കരഞ്ഞു.
നരകവാസം ഇങ്ങനെയോ ഞാനതറിഞ്ഞില്ലേ. ദൈവം ഒരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ. ഒരു നാൾ ഞാൻ കരുതി ധനത്താൽ നേടാം സ്വർഗീയ വാസമെന്ന്. അയ്യോ എൻ കൂട്ടരെ സുവിശേഷ ഘോഷണം പൊളിയെന്നു ഞാൻ കരുതി. നരകവാസം ഇങ്ങനെയോ ഞാനതറിഞ്ഞില്ലേ. ദൈവം ഒരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ. ഈ തിരുവചന വേദ ഭാഗങ്ങൾ ഞാനിവിടെ ചുരുക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ധന്യമായി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ,